പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ ബഹ്റൈൻ താരങ്ങൾക്ക് സഖീർ കൊട്ടാരത്തിൽ ഹമദ് രാജാവ് ഊഷ്മള സ്വീകരണം നൽകി. 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവുമടക്കം 4 മെഡലുകളാണ് ബഹ്റൈൻ ഒളിമ്പിക്സിൽ നേടിയത്. പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റൈനെ പ്രതിനിധാനം ചെയ്ത 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ താരങ്ങൾക്ക് സഖീർ കൊട്ടാരത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ഹമദ് രാജാവ് അനുമോദനങ്ങൾ ചൊരിഞ്ഞു. മെഡൽ നേടിയ താരങ്ങളായ വിൻഫ്രഡ് യാവി, അഹമ്മദ് മുഹമ്മദ് താജുദ്ദീൻ, സൽവ ഈദ് നാസർ, ഗോർട്രിഗ്യാൻ മിനസ്യാൻ എന്നിവർക്ക് ഫസ്റ്റ് ക്ലാസ് മെഡൽ ഓഫ് കോമ്പറ്റൻസ് നൽകി രാജാവ് ആദരിച്ചു. താരങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ ഭാവി തലമുറക്ക് വഴികാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാവിയിലും രാജ്യത്തിനു വേണ്ടി കായിക മത്സരങ്ങളിൽ മികവ് പുലർത്താൻ താരങ്ങൾക്ക് കഴിയട്ടെയെന്നും രാജാവ് ആശംസിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് ഖലീഫ, സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് ഖലീഫ എന്നിവരും സന്നിഹിതരായിരുന്നു. അറബ് രാജ്യങ്ങളിൽ നിന്ന് പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യമായി മാറിയ ബഹ്റൈൻ മികച്ച പ്രകടനവുമായി ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ 33ാം സ്ഥാനവും നേടിയിരുന്നു. ചരിത്ര നേട്ടം കൈവരിക്കാൻ നേതൃത്വം നൽകിയ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് ഖലീഫ, ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് ഖലീഫ എന്നിവരുടെ നേതൃപരമായ സംഭാവനകളെയും രാജാവ് പ്രശംസിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.